പുതിയ പദ്ധതികളിലൂടെ ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് കെ.ബി. ഗണേഷ് കുമാർ. KSRTC ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കി തുടങ്ങിയതിന് പിന്നാലെ തന്നെ മികച്ച രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. ഇതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒരു ദിവസം 3,29,831 രൂപ 3 പൈസയോളം ലഭിക്കാൻ കഴിയുന്നുവെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന. ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിലൂടെ മാത്രം ഒരു ദിവസത്തെ ലാഭമെന്ന് പറയുന്നത് 2,85,837 രൂപ 43 പൈസയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. വകുപ്പ് മന്ത്രിയായി കെ.ബി. ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്ത ശേഷമാണ് ഈ മാറ്റങ്ങൾ നിലവിൽ വരുത്തിയത്. തിരുവനന്തപുരം സിറ്റി, തിരുവനന്തപുരം സെൻട്രൽ, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ എന്നീ 5 ക്ലസ്റ്ററുകളിലായുള്ള 20 യൂണിറ്റുകളിലെ യൂണിറ്റ് ഓഫീസർമാരുമായും KSRTC മാനേജിംഗ് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഓപ്പറേഷൻസ് എന്നിവരുമായും നടത്തിയ യോഗങ്ങളിലാണ് റൂട്ട് റാഷണലൈസേഷൻ എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയുണ്ടായത്. ഇതിന് പിന്നാലെ ജീവനക്കാരുടെയും തൊഴിലാളി സംഘടനകളുടെയും സഹകരണത്തോടെ അതിവേഗം ഷെഡ്യൂളുകൾ പുനഃക്രമീകരിച്ചുകൊണ്ട് റൂട്ട് റാഷണലൈസേഷൻ വിജയകരമായി നടപ്പിലാക്കുകയായിരുന്നു. തിരുവനന്തപുരത്തെ 20 KSRTC ഡിപ്പോകളിൽ റൂട്ട് റാഷണലൈസേഷന്റെ ഭാഗമായി ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കി ഷെഡ്യൂൾ പുനഃക്രമീകരിച്ച് പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടമുണ്ടാക്കാൻ കോർപ്പറേഷന് സാധിച്ചിരിക്കുകയാണ്. 2,85,837 രൂപ 43 പൈസ എന്നത് ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിനുള്ള ലാഭം മാത്രമാണ്. 10,998.40 കിലോമീറ്ററോളമാണ് തിരുവനന്തപുരത്ത് മാത്രം ഡെഡ് കിലോമീറ്ററായി പരിശോധനയിൽ കണ്ടെത്തിയത്. ഇത്രയും ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിലൂടെ 2,903.50 ലിറ്റർ ഡീസൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം KSRTCക്ക് ലാഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 1 കിലോമീറ്ററിന് 4 രൂപ സ്പെയർ പാർട്സിനായി ചിലവാകുന്നുണ്ട്. അതിലൂടെ കണക്കാക്കുന്ന ലാഭമെന്ന് പറയുന്നത് 43,993.60 രൂപയോളമാണ്. ഇതോടെ ആകെ പ്രതിദിന ലാഭമെന്ന് പറയുന്നത് 3,29,831.03 രൂപ വരും. ഈ തുക ഒരു മാസത്തേക്ക്, അതായത് 30 ദിവസം കണക്കാക്കുകയാണെങ്കിൽ 98,94,930.90 രൂപയാണ് കിട്ടുക. ഈ രീതിയിൽ ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയപ്പോഴും ഒരു ബസ് മാത്രം പ്രവർത്തിക്കുന്ന റൂട്ടുകളിലും മലയോര, ആദിവാസി, തോട്ടം തൊഴിലാളി, തീരദേശ, കോളനി മേഖലകളിലേക്കും ഓപ്പറേറ്റ് ചെയ്തു വരുന്ന ഒരു സർവീസ് പോലും റദ്ദാക്കിയിട്ടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേ രീതിയിൽ മറ്റ് ജില്ലകളിലും റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കാനാണ് KSRTC ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിലൂടെ വലിയൊരു തുക തന്നെ ലാഭിക്കാം എന്നതാണ് കണക്കുകൂട്ടുന്നത്. നേരത്തെ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ KSRTCയെ അപകടാവസ്ഥയിൽ നിന്ന് കരകയറ്റുമെന്ന് ഗണേഷ് കുമാർ അറിയിച്ചിരുന്നതാണ്. KSRTCയെ ലാഭത്തിലാക്കാനായില്ലെങ്കിൽ പോലും ഇപ്പോഴുള്ള അപകടാവസ്ഥയിൽ നിന്ന് കരകയറ്റാനുള്ള പരമാവധി ശ്രമം ഉണ്ടാകുമെന്നായിരുന്നു മന്ത്രിയുടെ ഉറപ്പ്. ഇത് പാലിച്ചുകൊണ്ടാണ് കൂടുതൽ പരിഷ്കാരങ്ങൾ വകുപ്പിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ കെ.ബി. ഗണേഷ് കുമാർ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം ഗതാഗത മന്ത്രി ഗണേഷ് കുമാറും മുൻ മന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള പോരൊക്കെ മറനീക്കി കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നു. KSRTC ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് മുൻ മന്ത്രി ആന്റണി രാജുവിനെ ഒഴിവാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, മുൻ വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കാനെന്നോണം ബസ്സുകളുടെ ഉദ്ഘാടന വേദി ഗണേഷ് കുമാർ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് മാറ്റിയതും ശ്രദ്ധേയമായിരുന്നു. അതുപോലെ തന്നെ ഉദ്ഘാടന പരിപാടിയിലേക്ക് ആന്റണി രാജുവിനെ ക്ഷണിച്ചിരുന്നതുമില്ല. സാധാരണ നഗരഹൃദയത്തിൽ നടത്താറുള്ള ഉദ്ഘാടന പരിപാടി മാറ്റിയത് തന്നെ ആന്റണി രാജുവിനെ പങ്കെടുപ്പിക്കരുതെന്ന ലക്ഷ്യത്തോടെ ആണെന്നാണ് കരുതപ്പെടുന്നത്. പുത്തരിക്കണ്ടത്ത് വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിപാടി മണ്ഡലം മാറ്റി ഗണേഷ് കുമാർ ക്രമീകരിച്ചത് ഇലക്ട്രിക് ഡബിൾ ഡെക്കറിന്റെ ക്രെഡിറ്റ് തനിക്ക് കിട്ടാൻ വേണ്ടിയാണെന്നാണ് വിലയിരുത്തലുകളൊക്കെ വന്നിരുന്നത്. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി മുൻ മന്ത്രി ഡിപ്പോയിലെത്തി ബസ്സുകൾ സന്ദർശിച്ചിരുന്നു. താൻ മന്ത്രിയായിരുന്നപ്പോൾ വാങ്ങിയ ബസ്സാണിതെല്ലാമെന്നും അത് റോഡിലിറങ്ങുമ്പോൾ ഡെലിവറി നടക്കുന്ന സമയത്ത് ഒരു അച്ഛനുണ്ടാകുന്ന സന്തോഷമാണ് ഇപ്പോൾ തനിക്കെന്നുമൊക്കെ ആന്റണി രാജു ആ സമയം പറഞ്ഞിരുന്നു. KSRTC ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടന ദിവസം ഗണേഷ് കുമാറിനെ പരോക്ഷമായി വിമർശിക്കാനും ആന്റണി രാജു മറന്നിരുന്നില്ല. തന്നെ അറിയിക്കാതെയുള്ള ഉദ്ഘാടനത്തിൽ അതൃപ്തി ഉണ്ടെന്നും ആന്റണി രാജു മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോൾ
സ്മാർട്ട് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയതിന്റെ ഫലമായിട്ട് 100 കോടി രൂപ അനുവദിച്ചതിന്റെ ഫലമായിട്ടാണ് 103 ഇലക്ട്രിക് ബസ്സുകളും 2 ഡബിൾ ഡെക്കർ ബസ്സുകൾ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും വാങ്ങാൻ തീരുമാനിച്ചത്. ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു ഡബിൾ ഡെക്കർ എത്തിയതായിരുന്നു. അതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടാമത്തത് എത്തി. യഥാർത്ഥത്തിൽ ഇത് ജനുവരിയിൽ തന്നെ ഇത് ഓടി തുടങ്ങേണ്ടതായിരുന്നു. ഒരു മാസം വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോ ഞാനിതിലെ പോയപ്പോഴാണ് ഇപ്പോൾ ഇതിന്റെ ഈ 2 ബസ്സുകൾ ഇങ്ങനെ ഉദ്ഘാടനത്തിനായി ഫ്ളാഗ് ഓഫിനെ അവിടെ നിർത്തിയിരിക്കുന്നത് കണ്ടത്. എന്നോട് പറഞ്ഞിരുന്നത്, ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നത്, പുത്തിരിക്കണ്ടത്ത് ഈ സ്പോട്ടിലെ നയനാർ പാർക്കിന്റെ അവിടെ വെച്ച് ഇത്രയും ബസ്സുകൾ ഒരുമിച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പെട്ടെന്നിപ്പോ ഇപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വെച്ചാണ് എന്റെ ഈ റോഡിന്റെ അപ്പുറമാണല്ലോ എന്റെ മണ്ഡലം. അപ്പൊ ഇത് കിഴക്കേക്കോട്ട, തമ്പാനൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് KSRTCയുടെയും നഗരത്തിന്റെ ഒരു പ്രധാന ഹൃദയഭാഗം. അവിടെ വെച്ചൊക്കെയാണ് സാധാരണ ഉദ്ഘാടനം. തൈക്കാട് പോലീസ് ഗ്രൗണ്ട് കഴിഞ്ഞ തവണ 50 ബസ്സുകൾ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് വലിയ ശാലയുടെ കിഴക്കേക്കോട്ട തമ്പാനൂരിന്റെ തൊട്ടടുത്തുള്ളൂ. അപ്പൊ ഇത്തവണ ഇതൊരു ഒഴിഞ്ഞ ഒരു മൂലയിലാണ് ഇതിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എന്റെ കുഞ്ഞായതുകൊണ്ട്, എന്റെ കുഞ്ഞും കൂടെ ആണല്ലോ. അപ്പൊ അതിനെ കാണാനുള്ളൊരു കൗതുകം കൊണ്ടൊന്നും ഇറങ്ങുന്നുള്ളത്.